ഇതിപ്പോ കൂനുമേ കുരുന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ACP ഇത് വിടാൻ ഭാവമില്ല. അയാള് നമ്മുടെ പിന്നാലെ കൂടിയിരിക്കുക. അനു, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നമ്മൾ കളിക്കുന്നത് ഒരു നിസ്സാരക്കാരനായ വ്യക്തിയോടല്ലാന്ന്. ACP ഇന്ദ്രജിത്ത് ഒരു ബുദ്ധിരാക്ഷസനാ. അയാൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഇതുവരെ ആരവിനെ കണ്ടെത്താത്ത എന്താ? അയാളെ കാണും ബുദ്ധി നമുക്കാ. അതുകൊണ്ട് ഇവൻ സുരക്ഷിതനായി ഇപ്പോഴും നമ്മളോടൊപ്പം കഴിയുന്ന. ACP എറിഞ്ഞ ചൂണ്ടയില് നമ്മൾ കുരുങ്ങിക്കിടക്ക. ഇതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോവും? ആരതിയെ നേരിട്ട് കാണണമെന്ന് ACP ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ അവളെ ഹാജരാക്കും? ഇതിപ്പോ പ്രതിസന്ധിയുടെ മേലെ പ്രതിസന്ധി ആയല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അല്ല, അപ്പൊ ആരതി എന്നൊരു ഫ്രണ്ട് നിങ്ങൾക്കില്ലേ? അങ്ങനൊരു ഫ്രണ്ട് ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരാളും ഇല്ല. നിന്നെ സേഫ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഗബ്രിയേൽ സാറിനോടും പോലീസിനോടും അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക. അങ്ങനൊരു കള്ള നിങ്ങൾ പറയണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ പ്രതിസന്ധിയിലായത്. അനു, എന്തെങ്കിലും കൺകിട്ട വിദ്യ കാണിച്ച് ആൾമാറാട്ടം നടത്താൻ നിനക്ക് പറ്റുമോ? അയ്യോ, ആൾമാറാട്ടം നടത്തുന്നത് വലിയ ക്രിമിനൽ കുറ്റോ? എടാ, മാജിക് ഉപയോഗിച്ച് പോലീസിന്റെ കണ്ണൊന്നും കേട്ടാൻ പറ്റില്ല. ആരതിയെ ACPക്ക് മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിലേ നമ്മളെല്ലാം കുടുങ്ങും. ഇപ്പൊ തന്നെ ACP നമ്മളെ സംശയിച്ചു തുടങ്ങി. എന്താ ഇപ്പൊ ഇതിനൊരു സൊല്യൂഷൻ? സൊല്യൂഷൻ ഉണ്ട്. ഇക്കാര്യത്തില് ഞാൻ നിങ്ങളെ സഹായിക്കാം. നീ എങ്ങനെ സഹായിക്കും? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരതി എന്ന പേരിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. നിനക്ക് ആരതി എന്നൊരു ഫ്രണ്ട് ഉണ്ടോ? ആ, ഉണ്ട്. അവൾ എവിടെയപ്പോ? അവളിപ്പോ ഒരു ഹോട്ടലില് ജോലി ചെയ്യാ. ഹോട്ടലോ? ആരതിയെ നിനക്കെങ്ങനെയാ പരിചയം? മോഴക്കുന്നിന്ന് ടൗണിലെ കോളേജിലേക്ക് ഞങ്ങൾ ഒരുമിച്ചാ പഠിക്കാൻ പോയിരുന്നത്. ആ യാത്രയ്ക്ക് ദൈർഘ്യം കുറവാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അല്ല, നിനക്കെന്താ അങ്ങനെ തോന്നിയേ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും ചിരിച്ചും കിനാവുകൾ കണ്ടും ചിലപ്പോഴൊക്കെ വഴക്കെട്ടും കടന്നുപോയൊരു കാലം ഉണ്ടായിരുന്നു എനിക്കും ആരതിക്കും. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അതായിരുന്നു ആ സൗഹൃദം. ഇഷ്ടങ്ങളും നഷ്ടങ്ങളും പങ്കുവെച്ച് നടന്ന ആ സൗഹൃദം. നീയും ആരതിയും തമ്മില് പ്രണയമായിരുന്നു? ഞാനും നിങ്ങളും തമ്മിൽ എങ്ങനെയായിരുന്നോ അങ്ങനെയായിരുന്നു ഞാനും അവളായിട്ടുള്ള സൗഹൃദം. ഈ ആരതിയെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അവളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്റെ കയ്യിലില്ല. അവള് താമസിക്കുന്ന സ്ഥലവും ജോലി ചെയ്യുന്ന ഹോട്ടലും എനിക്കറിയാം. നിങ്ങൾക്ക് ആരതിയുടെ സഹായം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കാം. ആരതിയെ നമ്മൾ ഹാജരാക്കിയാലും ACPയുടെ സംശയം മാറുമോ? അല്ല, വീണ്ടും അയാള് നമ്മളെ സംശയിക്കേണ്ട കാര്യം എന്താ? അനു, സ്വന്തം നമ്പറാ നീ പേര് മാറ്റി ACPക്ക് കൊടുത്തേക്കുന്നേ. ആ നമ്പര് നാളെ നമുക്ക് എതിരാവില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അയാൾ ആ നമ്പറിന്റെ അടിവേർ അന്വേഷിച്ചു പോവില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനൊരു പ്രശ്നം ഉണ്ടാവോ? അതൊരു പ്രശ്നമായ ACPക്ക് നമ്മളടുത്തേക്ക് എത്താൻ അധികം സമയം വേണ്ടി വരില്ല. ACP നമ്മളെ തേടി വരാണെങ്കിൽ വരട്ടെ. പക്ഷേ ആരവിനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. എന്ത് സംഭവിച്ചാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരുന്നാ നമ്മൾ എവിടെ എത്തില്ല. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ വിഷയം അവസാനിപ്പിക്കാം. നാളെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം.
എല്ലാവരും വന്ന് കിടന്നേ. ഇതെന്തേ ആ ലൈറ്റിംഗ് ഓഫ് ചെയ്തേക്ക്. ഞാൻ ACPക്ക് കൊടുത്ത നമ്പർ ആരവിനെ നമുക്ക് കുഴപ്പമായി വരുമോ? ഈശ്വര, കുഴപ്പാവോ? ഒന്ന് മിണ്ടാതെ കിടക്കടി. അങ്ങനെ സമ്മതിക്കില്ല. ടെൻഷനായല്ലോ. ഒരു കുഴപ്പം വരില്ല. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ. ആ തുറക്ക സാർ. പോലീസാ? എന്താ സാർ? ഉണ്ട് സാർ. എന്താ സാർ രാവിലെ തന്നെ പോലീസൊക്കെ? ഇവിടെ വല്ല മോഷണം നടന്നാ? ആദ്യം നിങ്ങളുടെ വാർഡനെ ഒന്ന് കാണട്ടെ. ഇവിടെ എന്താ നടന്നത് അത് കഴിഞ്ഞ് പറയാം. എന്താ? ഇവിടെ എന്താ സാർ പ്രശ്നം? പോലീസ് വരാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു സ്ഥലത്ത് പോലീസ് ആക്ഷൻ നടക്കുന്നതിന് പ്രത്യേകിച്ച് ആരുടെയും അഭ്യർത്ഥനയുടെ ആവശ്യമില്ല മാഡം. ഇവിടെ നമ്മൾ അറിയാതെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ മന്ദാകിനി.